ഇതുണ്ടോ? കയ്യിൽ വിളിച്ചോണ്ട് ഇതുണ്ടോ? ഇതെന്താ തിളങ്ങുന്നേ? എടാ ഇതെന്ത് സ്വർണ്ണോ? ഇതെന്താ റിഫ്ലക്ട് ചെയ്യുന്നേ? ഇത് മറ്റേ കറക്റ്റ് AR കാണുമല്ലേ? ഇതെന്താ സാധനം അല്ലേ? തിങ്കളാഴ്ച പ്രകൃതി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഒരു റബ്ബർ തോട്ടത്തിൻ്റെ അകത്തോട്ടോ. ശ്രീജിത്തേ ഗുഹ. ഓ ഇത് കാരണം രാവിലെ 10 തൊട്ട് 12 വരെ വരാൻ പറയുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ വെട്ടം കാണും. പക്ഷേ മറ്റേ ഷോട്ട് ഏതാ? ഓക്കെ ദിസ് വൺ. ബി കെയർഫുൾ ഗൈസ്. ഓരോ ഭാഗവും ഇടിഞ്ഞു വീഴാൻ റെഡി ആയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഒരു അങ്ങറ്റത്തേക്ക് പോകും. ഇതാലേ ഒറിജിനല്. പിന്നെ താഴോട്ട് എടുക്കാനാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഇതിൻ്റെ അകത്തോട്ടു. ആൻഡ് ദ വ്യൂ അവിടെയാണ് ഹൈഡ് ചെയ്യുന്നത്. നോക്ക്. തെന്നുന്നുണ്ട് കേട്ടോ. ഓക്സിജൻ ഇച്ചിരി കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഇതൊക്കെ എന്താ സംഭവം? വെളുത്തിരിക്കുന്നു. എനിക്കൊരു വിഷ്വലും കൂടെ എടുത്തോട്ടെ. ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതെ, ഈ വെള്ള കളറുള്ള സംഭവം എന്താണെന്നറിയോ? ഉണ്ടല്ലേ? ഗായ്സ് ഇതിൻ്റെ മേളിലൊന്ന് നോക്കി, ഒരു പന നിൽക്കുന്നു. അത് കാരണം താഴോട്ട് വീണ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. സത്തു പോകും ഗൈസ്. ഞാൻ ഇറങ്ങട്ടെ. അവിടേക്ക് എന്തോ ഉണ്ട്, ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എവിടെ? ഗുഹ. നോക്ക്, ഇതിൽ സിമെൻറ്റ് വെച്ചിട്ട് എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഈ പായൽ പിടിച്ചെടുക്കുന്ന മൊത്തം സിമെൻറ്റ് വെച്ച് ചെയ്തിട്ടുള്ള. അങ്ങനെ വിട്ട് പോരുന്നുണ്ട്. ഇവിടെയൊക്കെ അവരിവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ്. ഇതിൻ്റെ അകത്തോട്ട് ഓക്സിജൻ കുറവ്. ഇത് നോക്കി, ഈ പൊടിയുടെ കാര്യം ഞാൻ ചോദിച്ചത്. അതാ പറഞ്ഞ നിങ്ങളോട് അവിടെ നിന്നോളാം. പക്ഷേ ഈ മേളത്തെ സാധനം ഇടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ടോ? കയ്യിൽ വിളിച്ചോണ്ട്. ഇതുണ്ടോ? ഇതെന്താ തിളങ്ങുന്നേ? എടാ ഇതെന്താ സ്വർണ്ണോ? ഇതെന്താ റിഫ്ലക്ട് ചെയ്യുന്നേ? ഇത് മറ്റേ കറക്റ്റ് AR കാണുമല്ലേ? ഇതെന്താ സാധനം അല്ലേ? എൻ്റെ മോയ്, ഇതെല്ലാം തിളങ്ങുന്നേ. ഇത് നമ്മൾ കയറി വന്നത് ഒരുപാട് ദൂരെന്നാണ്. നടന്ന് ഉള്ളിലേക്ക് പോകും തോറും ഇതിൻ്റെ ഡെപ്ത് കൂടി വരുന്നു. ഇതെന്താ തിളങ്ങാൻ കാരണം? ഇത് ക്യാമറയ്ക്കൊന്നും കിട്ടത്തില്ല. ഒരുപാട് ഡെപ്ത് ഉണ്ട്, അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ട്. പക്ഷേ ഇത് ഫുള്ള് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് നല്ല രീതിയിൽ സ്കെയർ ചെയ്യണം. ഞങ്ങൾ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഇറങ്ങിയൊക്കെ പോവാണ്. ഇതെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് കിടക്കുന്നത്. സോ ഇറ്റ്സ് വെരി റിസ്കി കേട്ടോ. പക്ഷെ ഇത് ഫുള്ള് തിളങ്ങുന്നുണ്ട് കേട്ടോ. സോ ഗ്ലിറ്ററിങ്. അതെ, പറയാ നിങ്ങളവിടെ തന്നെ എന്നേ. അല്ല, നടപ്പാതയുണ്ട്. ആരാത്? എടാ കുഴിക്കാത്തടാ, അവിടെ നോക്കടാ ഇരിക്കുന്നേ. ഇത്
ഫുള്ള് ബാറ്റ്. വെട്ടടിക്കുന്നത് ഫുള്ള് അറ്റാക്ക് ചെയ്യും. ഇരുട്ടത്താണോ കണ്ണ് കാണാവുന്നതിന്? ഫുള്ള് ബാറ്റാട്ടോ. ഇടിക്കുവോ? പക്ഷെ ഇത് ഫുള്ള് തിളങ്ങുന്നുണ്ട് കേട്ടോ. ഇത് നോക്ക്, അത് ഫുള്ള് തിളങ്ങുന്നു. നോക്കട്ടെ, കാണത്തില്ല. ഉണ്ടല്ലേ? പിന്നെ ഇത് തന്നെ കാണാം. ഐ മീൻ ഇത് കറക്റ്റ് ഇത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള സാധനം ഈ റെഡ് ക്ലേ എന്ന് പറയുന്ന ഐറ്റം ഇത് ഭയങ്കര വിലയല്ലേ? ശരിയെന്നാ ഇത് മറിച്ച് കിട്ടി കഴിഞ്ഞാൽ എന്നെ പൈസ കിട്ടുമെന്നറിയോ? എന്നാ കുറച്ച് വാരി എടുത്തു. ആർട്ടിസ്റ്റ് കൾച്ചേഴ്സ് പെട്ടെന്ന് കളിച്ച് ഇതേ ആ തിളങ്ങുന്ന മൊത്തം വവ്വാലുകളാട്ടോ. ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ കണ്ണുകൾ മൊത്തം വവ്വാല. കാട്ട് ഇതേ ആക്ച്വലി ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി കുറച്ചിങ്ങ് പോന്നു. ഇതിൽ ഇനിയും എനിക്കൊന്നും അതാ ഉണ്ടെന്ന് തോന്നും, അറിയില്ല. പോയി നോക്കാം. അവിടേക്കൊന്നും പക്ഷെ ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. പോവാ അതുകൊണ്ടെന്ന് ഇറങ്ങി കംപ്ലീറ്റ് ആകുമോ നോക്കട്ടെ. ഇത്ര ഒരു രീതിയിലുള്ള പ്രൊഫഷനോ സേഫ്റ്റി ഒന്നുമില്ലാത്ത ഒരു കേവില് അതെ തിരിച്ചു കയറാൻ പറ്റുമോ? ഡാർക്ക്നെസ് എന്ന് പറയില്ലേ, ഇത് നോക്കി. അതെന്താ അങ്ങനെ ഒരുപാട് മന്ദിരേക്ക് ഓപ്പൺ ആയി കിടക്കുന്നത്. ആണ്ട വെള്ളത്തിലെന്തോ ഒരു ജീവി പുറകിലെ കണ്ടിട്ടോ. ഇതാണോ അവിടെ തിളങ്ങിയതല്ല അല്ലേ? ഇതിൽ ഈ കറുത്ത കളർ വരാൻ എന്താണോ കാരണം? അതായത് പന്നം കൊടുത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പോയിന്റ് വരുമ്പോൾ അപ്പം തന്നെ കിട്ടും. എനിക്ക് ബാറ്റൊന്നും വലിയ പ്രശ്നമില്ല, വല്ല പാമ്പും എന്തെങ്കിലും പ്രശ്നമുള്ളൂ. ഓക്കെ തീർത്തിട്ട് വരാം. ഈ ട്രയൽസ് തീർത്തിട്ട് അല്ലേ എൻ്റെ അത്തോടെ ഇനി ഉണ്ടല്ലോ. എന്തോ കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് കുപ്പി കൊണ്ടുവന്നതായിരിക്കണമെന്നില്ല, മേളിലിട്ടതേ. വഴി ചെറുതായിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അതാണ് ഏറ്റവും വലിയ. ഇവിടെ ഇത് നമുക്ക് തിളങ്ങുന്ന സാധനം അടുത്ത് എന്ത് പറന്നു വരുന്ന ജീവി ഇനി ഇല്ലേ? ഇത് ആക്ച്വലി നമ്മളിപ്പോൾ ഒരു നിയർലി ഒരു 700 to 1 kilometer താഴോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡാർക്ക്നെസ്. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേറെ ലൈറ്റ് ഇല്ല. അങ്ങനെ ഇറങ്ങി വന്ന് കൈൻഡ് ഓഫ് ഒരു എന്തെന്ന് പറയുന്ന പോലത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ വഴിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം അങ്ങനെ ഇതിൻ്റെ താഴെ ആക്ച്വലി ഒരു വഴി ഉണ്ട്, പക്ഷേ ഇതിൻ്റെ അപ്പുറത്തോട്ട് ആൾക്കാർ പോകാൻ പാടില്ല ഇല്ല, വഴിയില്ല. ഫീൽ അത് ക്ലോസ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഗൈസ്. അപ്പം എന്നെ എൻഡിലെത്തിരിക്കുകയാണ്. ഇപ്പോൾ അത് അടഞ്ഞു പോയാലോ? ലെറ്റ്സ് ഗോ ബാക്ക്. തിരിച്ചു പോയല്ലേ? അമ്മേ ചെളിവെറ്റി, ഉടുപ്പ ചെളിവെറ്റി. പുള്ളി വിളിക്കുന്നുണ്ടായിരിക്കും, പോലീസിലേക്ക് വിളിച്ചാവോ? ഞങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടി ഒരാളെ പുറത്ത് നിർത്തിയിട്ടോ. അതെ, നീ എന്തേലും പറ്റിയ ആൾക്കാരൊക്കെ അറിയട്ടെ. ആകെ ഒരാൾക്ക് നടക്കാനുള്ള വഴിയുള്ളൂ കേട്ടോ. ഇത് നിന്ന് നടക്കാൻ പറ്റില്ല, ഇരുന്ന് നടക്കാൻ പറ്റും.
ബാ. തല വിട്ടല്ലേ. ശരിയല്ലോ. അയ്യോ നമ്മളേലേ വന്നേ. ഇതെന്താ സ്കീം? നമ്മളേലാണ് വന്നേ. അവിടുന്ന് ആയില്ലേ ഈശ്വര കാണണ്ടായിരുന്നു. അതിൻ്റെ അകത്തോടെ ഒന്നും കയറി കിടക്കൂല. ചെറിയൊരു ഗുഹ. ആക്ച്വലി ആ തിളങ്ങുന്നത് ഇവിടെ എവിടെയും കണ്ടായിരുന്നു. ആ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇല്ല അല്ലേ? ഇത് വെള്ളം ഇരുന്നിട്ട് അത് തിളങ്ങുന്നതാണ് കേട്ടോ. ഈ വെള്ളം മൾട്ടിപ്പിൾ ഡ്രോപ്പ് വെള്ളം ഇരുന്നിട്ട് തിളങ്ങുന്നതായിരുന്നു. ആക്ച്വലി എന്തോ ഒരു വെള്ള കളറുണ്ട്, അതിൻ്റെ ഒപ്പം ഈ വെള്ളം കൂടെ ഇരുന്നിട്ട് അത് തിളങ്ങുവാണ്. ഓക്സിജൻ കുറയുന്ന പോലെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ബാക്ക്. ചട്ടനങ്ങനെ കൂട്ടായിരുന്നു. കുടുംബത്തിലെ ഒരാളെ പുറത്തിറന്നിട്ടുണ്ട്. എടാ നമ്മൾ ലൂപ്പിൽ പെട്ടുപോയാലോ? ഇതിൻ്റെ അത്തോടെ ഇങ്ങനെ വഴി തട്ടി നടന്നാൽ വേറൊരു സ്ഥലത്ത് എന്ന് ഇറങ്ങിയാലോ അല്ലേ? നമ്മൾ കയറിപ്പോയി. പക്ഷെ എന്നിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ അല്ല, വേറൊരു പാരലൽ വിച്ചു ചേട്ടനെ കിട്ടുമോ നോക്കാം. കഥയല്ല ഞാൻ പറഞ്ഞു. വരോ. Guys. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഹോള് കണ്ടില്ലേ, അത് ഒന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ഈ പനയാണെന്ന് തോന്നുന്നു, അതേന്ന് തോന്നുന്നു. പിന്നെ മേളിൽ കൂടെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ പോയി നോക്കിയിട്ട് ഞാൻ തോന്നുന്നല്ലേ? അതെ, ഈ പനയാണ്. ഇതാണ് ആ താഴേന്ന് കണ്ട പന. നേരത്തെ ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു എനിക്ക്. താരം ഇതുപോലെ വന്നിട്ട് ഒരു കല്ല് തട്ടി, ആ കല്ല് ഇപ്പൊ വീഴാറായി നിൽക്കുക. അപ്പൊ ഇവിടെ വരുന്നവർ സൂക്ഷിക്കുക. ഇത് ആദ്യം സത്യം പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിരിക്കും. അകത്ത് കയറിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കണ്ടു. ഒന്ന് തിരി ഫുൾ ചളിയായി.